അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്നൊരു വീഡിയോ കാണാനിടയായി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിൻ്റെ ഒരു സംസാരമാണ്. AP സമസ്തയിലുള്ള മുസ്ലിയാർക്ക് കൃത്യമായ മറുപടി, കരണത്തട്ടി പൊട്ടിക്കുന്ന രൂപത്തിലുള്ളൊരു മറുപടി. അത് ഈ സംസാരത്തിന് ആദ്യ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഉസ്താദിൻ്റെ സംസാരം അത്രയും കൃത്യമാണ്. അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ആ രീതിയിൽ കാണാം. നിലനിൽപ്പാണല്ലോ വിഷയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ എവിടെയും കൊള്ളാത്ത രീതിയിലൊക്കെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഭാവിയിൽ അദ്ദേഹം ഇതിനേക്കാളും ശക്തമായി നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതന്മാർ ഹുസൈൻ സലഫിയും അതുപോലെ തന്നെ റഫീഖ് സലഫിയും അങ്ങനെയുള്ള ആളുകളൊക്കെ തൗഹീദ് സംസാരിക്കുന്നത് പോലെ, ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്: ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം BJP ഗവൺമെൻറ്റാണ്, നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന്. അതിൽ ഒരു സംശയവും ആർക്കുമില്ല. പാകിസ്ഥാൻ ഭരിക്കുന്നത് ആസിഫ് അലിയാണ് എന്ന് പറയും, അമേരിക്ക ഭരിക്കുന്നത് ട്രംപാണെന്ന് പറയും, റഷ്യ ഭരിക്കുന്നത് പുട്ടിനാണെന്ന് പറയും, സൗദി ഭരിക്കുന്നത് സൗദി രാജാവാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ സൽമാനാണെന്ന് പറയും. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 1985 പറയും. അതൊക്കെ നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ആ ഒരു കാലഘട്ടം 1985 ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക? സെയിൽ സിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യ ഭരിച്ചത് എന്ന് നമ്മൾ പറയും. ആ സമയത്ത് സൗദി ഭരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഫഹദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരാളാണ് സൗദിയെ ഭരിച്ചത് എന്ന്. എന്നാൽ സമസ്തയിൽ പഠിക്കുന്ന ആളുകൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? UK മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന AP സമസ്തയിലെ മുസ്ലിയാർ പറയുന്നത് ഇന്ത്യ ഭരിക്കുന്നത് CM മടവൂരാണ്. ചിത്തടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ, കോഴിക്കോട് ജില്ലയിലെ മടവൂരിലുള്ള CM മടവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ജദിബിൻ്റെ ഹാലിലായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞിരുന്നത്. മജ്ദൂബ ഷെയ്ഖ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇവർ കുത്തുബുൽ ആലം, അന മുദബ്ബിറുൽ ആലം എന്നും അന കുത്തുബുൽ ആലമാണ് എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അന അല്ലാ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് UK മജീദ് മുസ്ലിയാർ പറഞ്ഞത്. ആ മുസ്ലിയാർ പറഞ്ഞതിനെതിരെയാണ് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരം വരുന്നത്. നമുക്ക് ആദ്യം ബഹുമാനപ്പെട്ടു പോയ മജീദ് മുസ്ലിയാരുടെ സംസാരം കേൾക്കാം. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു, ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാന്തായിട്ടൊക്കെ തോന്നും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. ശരിയാണ്, അദ്ദേഹത്തിന് പ്രാന്താണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറയുമ്പോൾ സൗദി രാജാവായ സൽമാൻ, മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് 1985 എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് മുമ്പ് 1985 കാലഘട്ടത്തിലൊക്കെ സൗദിയെ ഭരിച്ചത് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് ആണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചത് സെയിൽ സിംഗ് എന്ന് പറയുന്ന സിഖുകാരനാണ് എന്ന് നമ്മൾ പറഞ്ഞു. കൃത്യമാണല്ലോ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചതാരാണ്? സമസ്തക്കാരുടെ വാദപ്രകാരം ഖാജ മൊഹീനുദ്ദീൻ ചിസ്തി എന്നാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ജിഹ്വയിലൂടെ നമുക്കതൊന്ന് കേൾക്കാം. സുന്നത്ത് ജമാഅത്തിൻ്റെ ജിഹ്വ എന്നൊക്കെ AP സമസ്തക്കാർ വിളിപ്പേരുള്ള സിറാജ് ലൈവ് ഓൺലൈൻ പത്രമാണ്. ആ ഓൺലൈൻ പത്രത്തിൽ, സിറാജിൻ്റെ ഓൺലൈൻ പത്രത്തിൽ വന്ന ഒരു ലേഖനമാണ്. എന്താണ് ഇതിൽ വന്ന ലേഖനം? അജ്മീർ ഖാജ ബ്രാക്കറ്റിൽ ഇന്ത്യയുടെ സുൽത്താൻ. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2019 മാർച്ച് 14. മനസ്സിലായല്ലോ. എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാം. വിശ്വപ്രസിദ്ധ മാസാറുകളിൽ ഒന്നായ അജ്മീർ ഷെരീഫ് അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീനുൽ ചിസ്തി തങ്ങളുടെ 807ാമത്തെ ഉറൂസ് മുബാറക്കും വലിയ ആത്മീയ സമ്മേളനവും രാജസ്ഥാനിൽ നടക്കുകയാണല്ലോ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, സിംഗപ്പൂർ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാജ തങ്ങളെ നിയോഗിച്ചത്. മനസ്സിലായല്ലോ.
ഇവിടെയെല്ലാം ഖാജാ തങ്ങൾ അറിയപ്പെടുന്നത് സുൽത്താനുൽ ഹിന്ദ് എന്ന് തന്നെയാണ്. മഹാനവറുകൾ നടത്തിയതുപോലുള്ള ഒരു നവോത്ഥാനം ഇവിടെ സൃഷ്ടിക്കാൻ ശേഷം ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരൊറ്റ കറാമത്ത് കൊണ്ട് മാത്രം ലക്ഷങ്ങൾ ഇസ്ലാം ആശ്ലേഷിച്ച സംഭവം ചരിത്രത്തിൽ കാണാം. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കാഴ്സണൽ പ്രഭു എഴുതിയത് 8 നൂറ്റാണ്ട് കാലമായി അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരാളാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്നാണ്. തൻ്റെ മേലധികാരികൾക്ക് എഴുതിയ കത്തിലെ വാചകമാണിത്. അപ്പോൾ ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയെ ഭരിക്കുന്നത് ആരാണ്? അജ്മീർ ഖാജ. അത് കേട്ടില്ലേ സഹോദരങ്ങളെ? അന്ന് ഇന്ത്യ ഭരിച്ചത് ഖാജ മൊഹീനുദ്ദീൻ ചിസ്തി ആണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചതാണ് എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? എന്നാൽ ഇന്ന് ഈ പറയുന്ന രാജ്യം ഭരിക്കുന്നത്, ഇന്ത്യ ആരാണ് ഭരിക്കുന്നത്? CM മടവൂരാണ്. മരിച്ചുപോയ CM മടവൂരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ഇത് നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മറുപടിയാണ് കേൾക്കാനുള്ളത്. അത് നമുക്ക് കേൾക്കാം. ചിലർ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണെന്ന് പഠിക്കാത്തവരും അറിയാത്തവരും ഉണ്ട്. അവർ സുന്നികളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. സുന്നികളാണെന്ന് പറയുന്ന ചിലർ വിവരക്കേട് കൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നവരുമുണ്ട്. അപ്പോൾ UK മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന AP സമസ്തയിലൂടെ പ്രായം തികഞ്ഞ ആ മുസ്ലിയാരെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്ത് വിവരക്കേടുകൾ കൊണ്ട് വിവരക്കേട് വിളിച്ച് പറയുന്ന ഒരു വ്യക്തിത്വം. അയാൾ തന്നെ പറഞ്ഞു, ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നും. അതെ, നിങ്ങൾ ജദുബിൻ്റെ ഹാലിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു, ഒരു തെളിവില്ലാതെ പലതും വിളിച്ചു പറയുന്നവരുണ്ട്. അതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല. അതാണ് സുബ്ഹാനല്ലാഹ്. ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്ത ചില സംഗതികൾ പറയുന്നവരുണ്ട്. ഇത് ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ഒരു ക്ലിപ്പ് എനിക്ക് വണ്ടിയിൽ നിന്ന് ഒരാൾ കേൾപ്പിച്ചു. അതിൽ പറയുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി അല്ല, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ശൈഖുനയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്നാണ്. അങ്ങനെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അജ്മീരി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞതെങ്ങാനും CM വലിയുള്ള ജീവിതത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ചെവടക്കടിക്കൂന്നാണ് എൻ്റെ അഭിപ്രായം. CM വലിയുല്ലാഹി അത് പൊരുത്തപ്പെടില്ല. ഒരു മഹാനെ ഇകഴ്ത്തുന്നത് പൊരുത്തപ്പെടില്ല. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പറയേണ്ടതുണ്ടോ? ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് എല്ലാവർക്കും അറിയില്ലേ? അത് ബാഹ്യമായ ഭരണമാണ്. കറക്റ്റ്. ആന്തരികമായ ചില ഭരണങ്ങൾ ചില മഹാന്മാർക്കുണ്ടാകാം, അത് നിഷേധിക്കണം, ഉറപ്പു പറയുന്നില്ല. പക്ഷേ ആ ഭരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അല്ല, ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ഭരിക്കുന്ന ഭരണാധികാരികളെയും എല്ലാവരെയും ഭരിക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാത്ത ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വലിയനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ? വളരെ കൃത്യമാണല്ലോ. അദ്ദേഹത്തിന് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത്. അങ്ങനെ പല ആളുകളും പല വിവരക്കേടും വിളിച്ചു പറയുന്നുണ്ട് എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ മജീദ് മുസ്ലിയാരിലേക്ക് ഒന്നുകൂടിയും പോകാം. മജീദ് മുസ്ലിയാർ ബാക്കിയും കൂടിയും പറയട്ടെ. അദ്ദേഹം പകുതി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. സംശയമൊന്നുമില്ല. ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, പിന്നെ ഇന്ന് ഭരിക്കുന്നത് ശൈഖുനയാണ്. ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ശൈഖുന നേടിയെടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതും AP സമസ്തയിലെ മുസ്ലിയാർ പറഞ്ഞതും എന്താണ്? ഒന്നാണോ? ഇനി എഴുതാൻ കുറേ ആളുകൾ വരും. ഒന്നാണ് എന്നാണോ? രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ലോകം മുഴുവനും
എങ്ങനെയെന്ന് ചോദിച്ചാൽ സൂര്യനെയും ചന്ദ്രനെയും പ്രഭചരിയുന്ന പരകോടി നക്ഷത്രങ്ങളെയടക്കം പരമാണു മുതൽ സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്ന് പറയണം. ഇന്ന് സൗദിയെ ഭരിക്കുന്നത് മരിച്ചുപോയ ഏതെങ്കിലും മഹാനാണെന്ന് ഇന്നേ വരെ ഒരാളും പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് ഇന്നാളായിരുന്നു, ഇപ്പോൾ കാലത്തിന് ശേഷം ഇന്നാളാണ് എന്നൊന്നും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത്രകാലം ലോകം ഭരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇപ്പോഴും ലോകം ഭരിക്കുന്നത് എന്നൊന്നും നമ്മളാരും പറയുന്നത് കേട്ടിട്ടില്ല. അവിടെ ആർക്കും തന്നെ ഒരു റോളുമില്ല. കൃത്യമാണല്ലോ, വ്യക്തമാണല്ലോ. ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിച്ചത് നമ്മൾക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ ഈ പുരോഹിതന്മാർ പച്ച നുണകൾ, ഒരു വിവരവുമില്ലാതെ വിവരക്കേട് ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഛർദ്ദിക്കുകയാണ്, പറഞ്ഞു വെക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ശർറിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടനയെന്നോ ഇന്ന വ്യക്തിയെന്നോ അതിനൊന്നും ഒരു പ്രസക്തിയും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രാമാണികമായി പണ്ഡിതന്മാർ സംസാരിക്കണം, ഇത്ര മാത്രമേയുള്ളൂ. പ്രാമാണികമായി പണ്ഡിതന്മാർ സംസാരിക്കണം. ഏതുപോലെ സംസാരിക്കണം? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ സംസാരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം. ആ സുന്നത്ത് ജമാഅത്ത് അതിൻ്റെ അടിത്തറയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത്? അത് എല്ലാ വിഷയവും, ഒരു പൊന്നിൻ്റെ മോതിരം മാത്രമല്ല, എല്ലാ വിഷയത്തിലും. അവിടെ പിന്നെ നമ്മുടെ യുക്തി കൊണ്ട് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അവൻ യുക്തിവാദിയാണ്, അവൻ മുസ്ലിം അല്ല. സുബഹി നിസ്കാരം എന്താണ് 2 റകഅത്ത്? ദുഹർ എന്താണ് 4 റകഅത്ത്? സുബഹിക്കല്ലേ ക്ഷീണമൊന്നുമില്ലാത്ത, ദുഹർക്കല്ലേ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ച്, അപ്പോഴല്ലേ കുറച്ച് റകഅത്ത് കുറക്കേണ്ടത്? സാധാരണ ദിവസം രാത്രി എന്താണ് ഇശാഇന്റെ ശേഷം 2 റകഅത്ത്, പകല് മുഴുവൻ നോമ്പെടുത്ത് ക്ഷീണിച്ചിട്ട് അന്ന് രാത്രി എന്താ 20 റകഅത്ത്? ഇങ്ങനെയൊന്നും ആരും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യം വിശ്വസിച്ചു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല, അവൻ മാത്രമാണ് സർവവും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്നവൻ. ആ റബ്ബിന്റെ കൽപ്പനകൾ എന്താണ്, ആ റബ്ബ് പഠിപ്പിച്ചത് എന്താണ് എന്ന് ലോകത്ത് പഠിപ്പിക്കാനും ലോകത്തിന് മുഴുവൻ നന്മയും വിതരണം ചെയ്യാനും അള്ളാഹു നിയോഗിച്ചയച്ച വ്യക്തിയാണ്, ഒരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം അള്ളാഹു പഠിപ്പിച്ചതാണ്. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലുള്ളാഹിനെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചു അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാ മുഅ്മിനാകുന്നത്, മുസ്ലിമാകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൻ മുനാഫിഖാണ്, അല്ലെങ്കിൽ അവിശ്വാസിയാണ്, അവൻ മുസ്ലിം അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, അതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഖുർആൻ പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. വളരെ വ്യക്തമായ പിഴച്ചുപോയി. ആര്? അള്ളാഹുവിനും റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം എതിര് ചെയ്തിട്ടുള്ളവർ. അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞു, ഒരു മുഅ്മിനായ പുരുഷനും ഒരു മുഅ്മിനായ സ്ത്രീക്കും പറ്റുകയില്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അള്ളാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വകയിൽ അവർക്കൊരു ചോയ്സ് പിന്നെ ഇല്ല. അള്ളാഹു പറഞ്ഞത് എന്താണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അത് ചെയ്തോളണം.
കേട്ടല്ലോ, മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദീനായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അങ്ങനെയായിരുന്നു സഹാബാക്കൾ ജീവിച്ചിരുന്നത്. ആ വഴിക്ക് ജീവിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ പുരോഹിതന്മാരുടെ കള്ളക്കഥകൾ പറയുന്നത് കേട്ട് അത് കണ്ണുമീച്ചും വായ് വളർന്നും കേട്ടിരുന്ന് അത് തന്നെയാണ് ദീനെന്നും വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടം മാത്രമേ നൽകുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.